ആലപ്പുഴ സമ്മേളനത്തിൽ മുങ്ങിയ വി.എസ്. വിശാഖപട്ടണം സമ്മേളനത്തിൽ പൊങ്ങി. 2 മാസം മുമ്പ് അവധിക്ക് മുങ്ങിയ രാഹുൽ ഗാന്ധി തിരിച്ച് കർഷക റാലിയിൽ പൊങ്ങി. മുന്നണിയിലെ നാറ്റക്കേസുകൾ കാരണം മുങ്ങിയ മുഖ്യമന്ത്രി ജനസമ്പർക്ക രോഗശാന്തിയുമായി പൊങ്ങി. തിരുവായൂർവായും വീണ്ടും എത്തിയിരിക്കുന്നു. സ്വാഗതം. CPM-ൽ കാലങ്ങളായി ഒന്നും മാറുന്നില്ല എന്ന പരാതിയുള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത. പ്രകാശ് കാരാട്ട് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി. പാർട്ടിയുടെ ശീലങ്ങളിലും ശൈലികളിലും മാറ്റമുണ്ടാകുന്നില്ല എന്ന പരാതി മാറ്റാൻ സൗകര്യമില്ലാത്ത കാരണമാണ് സെക്രട്ടറിയെ നിശ്ചിത ടേം കഴിയുമ്പോൾ മാറ്റണം എന്ന നിയമം കൊണ്ടുവന്നത്. പാർട്ടി കോൺഗ്രസിൽ ഒരുപാട് കാര്യങ്ങളിൽ ചർച്ചകളും പ്രമേയങ്ങളും ഒക്കെ നടന്നു. അതൊക്കെ വെറും ചടങ്ങാണെന്നും അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലെന്നും അറിയാവുന്ന പൊതുജനം ശ്രദ്ധിച്ചത് ഒരൊറ്റ കാര്യത്തിലായിരുന്നു: ആരാകും പുതിയ സെക്രട്ടറി എന്ന കാര്യത്തിൽ. ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിങ്ങളെ അറിയിക്കും. The confusion is only with you, not for us. And the suspense is only with you, not for us. പാർട്ടി നേതൃത്വത്തിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ എത്തിപ്പെട്ട കാരാട്ടും യെച്ചൂരിയും തമ്മിലായിരുന്നു പോരത്രയും. പുതിയ ജനറൽ സെക്രട്ടറി SRP ആകണമെന്ന കാരാട്ടിന്റെ ആഗ്രഹമായിരുന്നത്രേ പ്രശ്നം. കാരാട്ടിനും SRPക്കും ഒപ്പം സ്വന്തം നാടായ കേരള ഘടകം നിന്നു. യെച്ചൂരിയുടെ നാട്ടിൽ പ്രധാന പാർട്ടി ഘടകം യെച്ചൂരി തന്നെ ആയതിനാൽ പുറത്തുനിന്ന് പിന്തുണ തേടേണ്ടി വന്നു. മറുനാട്ടുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ബംഗാളി തൊഴിലാളികളുടെ സ്വഭാവം അവർ വിശാഖപട്ടണത്തും കാണിച്ചു. അങ്ങനെ അവർ യെച്ചൂരിയെ പിന്തുണച്ചു. കാരാട്ട് ലൈനിനെതിരെ ബദൽ ലൈൻ ഉണ്ടാക്കി ശീലിച്ച യെച്ചൂരി ഹോം ഗ്രൗണ്ടിൽ ഒരു കളി കളിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. സെക്രട്ടറി എന്ന നിലയിൽ സുദീർഘമാം വിധം ഒരു വർഷം ഞാൻ ഇന്ന് പിന്നിടുകയാണ്. We have chalked out a future line of action for the party. തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോൾ അറിയാം അല്ലേ? I would characterize it as the 21st Congress of the CPIM. This is the Congress of the future. ചില മാന്യന്മാർ മുൻകൂടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നമ്മൾ കുറെ അനുഭവിച്ചതാണ്. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. If there is any future of human civilization, that future lies only in socialism, and we shall struggle. Dear members, I am secretary of this Netaji Club. Any member shouting is a very, very nonsense. BJP സർക്കാരാണ് കേന്ദ്രത്തിൽ. BJPയുടെ പോളിസീസ്, ഗവൺമെൻറ് പോളിസീസിൻ്റെ എതിരായിട്ടും കമ്മ്യൂണിസ്റ്റിൻ്റെ എതിരായിട്ടും സമരം നടത്താൻ വേണ്ടിയിട്ടാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനം. അതിനി പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ചിട്ട് വേണോ? ജനറൽ സെക്രട്ടറി ആയ റിയാലിറ്റി ഷോയിൽ യെച്ചൂരി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ V.S. അച്യുതാനന്ദനായിരുന്നു. SRPയെ പിന്തുണച്ചുകൊണ്ട് തുച്ഛമായ പ്രാദേശികവാദമുയർത്തുന്നവനല്ല താനെന്നും യഥാർത്ഥ സാർവദേശീയവാദിയായ കമ്മ്യൂണിസ്റ്റാണെന്നും അദ്ദേഹം തെളിയിച്ചു. കാരണവരുടെ അനുഗ്രഹം കൊണ്ട് കാര്യമുണ്ടായി. നിന്നെ ജയിപ്പിച്ച് ഈ ക്ലബിന്റെ പ്രസിഡന്റ് ആക്കിയിട്ട് ഞാൻ പോളൂട്ടാ. ഒരു മാറ്റം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ For that future, and that is our objective, and for that we redouble our resolve to advance these struggles in that direction. ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. Beware our class enemies. We are prepared now to unleash these battles to change India for a better India, and that is the call that we give from this 21st Congress. Thank you. CPM-ന്റെ നിലവിലെ പോക്കനുസരിച്ച് SRPയെ പോലെ ഒരു യന്ത്ര മനുഷ്യനായിരുന്നു പാർട്ടിക്ക് തലവനായി വരേണ്ടിയിരുന്നത്. പക്ഷേ ഏജ് ഓവറായിപ്പോയി. പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന രാജ്യത്തെ കോടിക്കണക്കിനായ യുവജനത ജനറൽ സെക്രട്ടറി ആരെന്നറിയാൻ കാത്തിരിക്കുകയാണല്ലോ. യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയാൽ ആ വകുപ്പിൽ 10-20 കോടി മെമ്പർമാർ പാർട്ടിക്ക് വന്നു ചേരുമെന്ന് പാർട്ടി കോൺഗ്രസ് കണക്കുകൂട്ടി. കൂടാതെ SRPക്ക് ഹിന്ദിയും നല്ല വശമില്ല. രമേശ് ചെന്നിത്തല എങ്ങാനും CPM-ലായിരുന്നെങ്കിൽ ഇപ്പോൾ പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കിയേനെ.
കേന്ദ്ര ഘടകവും കേരള ഘടകവും പിന്തുണച്ചിരുന്ന SRPക്ക് സ്ഥാനം നഷ്ടപ്പെട്ടത് കഷ്ടമായിപ്പോയി. അതും പാർട്ടി ലൈനിനെതിരെ ബദൽ രേഖ വെച്ച യെച്ചൂരിയോട്. I propose the name of Comrade Sitaram Yechuri to be the new General Secretary. The Central Committee unanimously elected Comrade Sitaram Yechuri as the General Secretary. കത്തു കത്തു വച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. കത്തു കത്തു വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. ഇല്ലല്ല, നിങ്ങൾ പറഞ്ഞു പരത്തിയതാണ്. ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ആലോചിച്ചത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമാണ്. നിങ്ങൾ ഒട്ടേറെ സ്പെക്കുലേഷൻ നടത്തി. ശരി, ഞങ്ങളുടെ പാർട്ടിയെപ്പറ്റി ഒരു പബ്ലിസിറ്റിക്ക് അത് സഹായിച്ചിട്ടുണ്ട്. നിങ്ങളോട് നന്ദി. ദൈവമേ, എനിക്കെന്തിനീ വിധി? ദൈവമേ, എനിക്കെന്തിനീ വിധി? ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സമർത്ഥനായ ആളിനെ ഞങ്ങൾ സെക്രട്ടറിയായി നിശ്ചയിച്ചു. കത്തു കത്തു വച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. കത്തു കത്തു വച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. ഞാൻ പറഞ്ഞത് തന്നെ നടന്നത്. എല്ലാവർക്കും എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായി ആയിരുന്നു. നമ്മുടെ പാർട്ടിയിൽ ഇങ്ങനത്തെ വിഭിന്നതയൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നത് അത് മാധ്യമങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനം പോയ ശേഷം ഏതായാലും പ്രകാശ് കാരാട്ട് പഴയതിലും നന്നായി മലയാളം പറയുന്നുണ്ട്. യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയതിൽ യെച്ചൂരിയുടെ വീട്ടുകാർക്കുള്ളതിനേക്കാളും സന്തോഷം നമ്മുടെ VS അച്യുതാനന്ദനാണ്. സ്വന്തം CC അംഗത്വം പോയാലും വേണ്ടില്ല, SRP ജനറൽ സെക്രട്ടറി ആകാതിരുന്നാൽ മതി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ലൈൻ. ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനവും പോകില്ല, പാർട്ടി നടപടിയും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു. പാർട്ടിയെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്തുന്നതിന് ആ യുവത്വം വളരെയധികം സഹായകമാകും. നീ നോക്കിക്കോ, നിന്നെ നിന്റെ ഈ വാന്റെ പടയെ ഞാൻ ഇവിടുന്ന് കെട്ടിയെട്ടിക്കും. പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ശക്തിപ്പെടുത്താൻ ഈ പുതിയ നേതൃത്വം സഹായകമാകുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. പ്രായം കൂടുന്തോറും VSന് ചെറുപ്പം കൂടുകയാണെന്ന് കണ്ടുപിടിക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോയി. സുർജിത്തും ജ്യോതി ബസുമൊക്കെ പണ്ട് ജനന സർട്ടിഫിക്കറ്റും ഹാജരാക്കി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അപേക്ഷിച്ച് നടപ്പായിരുന്നു. എന്നിട്ടും പാർട്ടി നിർബന്ധിച്ച് അവരെ കൊണ്ടു നടന്നിരുന്നു. VSും ഒഴിവാക്കി തരാൻ അപേക്ഷിക്കുന്നുണ്ട്. പിണറായി ഒഴിവാക്കാൻ ആണെന്ന് മാത്രം. My age is more than 80. I have now 91 years old. So that the criteria is down. So that their decision is normal. അതേസമയം ഗുരുദാസനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വയസ്സ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ബാധകമല്ലേ? അയാൾക്ക് കുറച്ചല്ലേ ഉള്ളൂ വയസ്സ്, 80, 88, 82. ആരോഗ്യമല്ലല്ലോ, വയസ്സല്ലേ പ്രധാനം. പ്രായം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. രാഹുൽ ഗാന്ധി നല്ല ചെറുപ്പമായിരുന്നിട്ട് എന്ത് കാര്യം? വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും കണ്ണീര് കുടിക്കാം എന്നല്ലാതെ. ചെറുപ്പക്കാരൻ ഏതായാലും 2 മാസത്തിന് ശേഷം തിരിച്ചു വന്നിട്ടുണ്ട്. ഓ, അയ്യപ്പസ്വാമി കാത്തു. കേടുപാട് കൂടാതെ തിരിച്ചെത്തിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? മല കയറാൻ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ? കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. കരിമല ഇത്തിരി കഠിനം തന്നെയാ. ഈ റാലിയിൽ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും പ്രസംഗിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. എവിടെയായിരുന്നു നിന്ന് ഇത്രയും കാലം? ഇറ്റ്സ് റിയലി എ പ്ലസന്റ് സർപ്രൈസ്. കം ഓൺ, അതോ. എന്നെ നീ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എടാ, ഞാൻ നിനക്ക് പണ്ട് നാട്ടിലെ അഡ്രസ്സിന് ഒരു കത്തയച്ചിട്ട് നീ എനിക്കൊരു മറുപടി പോലും എഴുതിയില്ലല്ലോ. അച്ഛാ, നീ എനിക്ക് കത്തയച്ചിരുന്നു അല്ലേ? എനിക്ക് കിട്ടിയില്ല കേട്ടോ. നീ ഇത്രയും നാള് എവിടെയായിരുന്നു? നിന്റെ ഒരു വിവരമില്ലല്ലോ. ഒക്കെ പറയാം. ഏതായാലും എന്റെ അഭിനന്ദനങ്ങൾ. അച്ഛാ, എന്നെ വീണ്ടും കണ്ടുമുട്ടാൻ ഇടയാക്കിയ നിന്റെ ഈ ഒരു ഭാഗ്യമുണ്ടല്ലോ, അതിനാ ഞാൻ നിന്നെ അഭിനന്ദിച്ചത്.
നീ എവിടെ ആയിരുന്നു? ഡൽഹി, ബോംബെ, കൽക്കത്ത, നീണ്ട കറക്കമായിരുന്നു. തിരുവായൂർവായും തിരിച്ചുവരും ഇടവേള കഴിഞ്ഞ്. ഇടവേളയ്ക്ക് ശേഷം വീരേന്ദ്രകുമാറും സംഘവും അവതരിപ്പിക്കുന്ന ഗാനശില്പം അക്കരപ്പച്ച. ഇടയ്ക്കിടെ പിളരുമെങ്കിലും ജനതാദളും കേരള കോൺഗ്രസും തമ്മിൽ രണ്ട് പ്രധാന വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ജനതാദൾ പിളരുമെങ്കിലും വളരില്ല. രണ്ട്, ഇടയ്ക്കിടയ്ക്ക് ലയിക്കുകയും ചെയ്യും. സംഘപരിവാറിന് ബദലായി രാജ്യത്ത് ജനതാ പരിവാർ വന്ന സാഹചര്യത്തിലാണ് വീരേന്ദ്രകുമാറിന് ചില വെളിപാടുകൾ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ പാർട്ടി LDF വിട്ട് UDFിലേക്ക് വന്നു. ഞങ്ങളുടെ പാർട്ടി LDF വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ഭരിക്കുക LDF ആയിരുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ നിഗമനം. അതുതന്നെ ആയിരിക്കും മുന്നണികളുടെയും നിഗമനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പച്ചപ്പ് തേടി ഞാൻ കൂടുവിട്ടു, അക്കര പച്ചയ്ക്ക് പുറകെ പോയി. പച്ചയും കണ്ടില്ല, വെള്ളവും കണ്ടില്ല, വഴിയിൽ പലവട്ടം കുഴഞ്ഞു വീണു. കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച UDFിന്റെ കൂടെ ഉറച്ചു നിന്ന ഞങ്ങൾക്ക് ചെറിയൊരു പരിഗണന തരാമായിരുന്നു. പച്ചപ്പ് തേടി ഞാൻ കൂടുവിട്ടു, അക്കര പച്ചയ്ക്ക് പുറകെ പോയി. പച്ചയും കണ്ടില്ല, വെള്ളവും കണ്ടില്ല, വഴിയിൽ പലവട്ടം കുഴഞ്ഞു വീണു. അതിനുശേഷം പാർലമെന്റ് ഇലക്ഷൻ വന്നു. വടകര സീറ്റ് ചോദിച്ചപ്പോൾ അവിടെ ജയിച്ച മുല്ലപ്പള്ളി രാമേന്ദ്രൻ അടക്കം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു അതൊരു സിറ്റിംഗ് സീറ്റാണ്, സിറ്റിംഗ് സീറ്റ് കൊടുക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഇടതുപക്ഷ മുന്നണിയിലുണ്ടായിരുന്ന RSP മുന്നണി മാറി വന്നപ്പം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് RSP കൊടുത്തു. അത് വടകരക്ക് ബാധകമല്ല, കൊല്ലത്ത് ബാധകമാണ്. കിടന്ന കിടപ്പിൽ പലതും ചിന്തിച്ചു, ജീവിതത്തിൽ വന്ന പലതും ഓർത്തുപോയി. നല്ല സമയത്ത് നല്ലത് തോന്നിയില്ല, തോന്നിയത് മുഴുവൻ തോന്നിയാസം. കഴിഞ്ഞ 4 വർഷമായി UDFിന്റെ ഭാഗമായി ഞങ്ങൾ ഒരു മേഖലാ ജാതിയും നയിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുതുതായിട്ട് വന്ന പാർട്ടി മേഖലാ ജാതിയുടെ ക്യാപ്റ്റൻസി. കിടന്ന കിടപ്പിൽ പലതും ചിന്തിച്ചു, ജീവിതത്തിൽ വന്ന പലതും ഓർത്തുപോയി. നല്ല സമയത്ത് നല്ലത് തോന്നില്ല, തോന്നിയത് മുഴുവൻ തോന്നിയാസം. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായിരുന്ന അവസരത്തിൽ പല ജില്ലകളിലും ഞങ്ങൾക്ക് കൺവീനർ സ്ഥാനം ഉണ്ടായിരുന്നു, മണ്ഡലങ്ങളിലുണ്ടായിരുന്നു. പല UDF കമ്മിറ്റി യോഗങ്ങളിലും ഞങ്ങളെ കൂടി പരിഗണിക്കണം ഐക്യമുന്നണിയുടെ UDFിലെ സംഘടനാപരമായ സംവിധാനത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ജില്ലയിലെയോ മണ്ഡലത്തിലെയോ ഒരു കൺവീനർഷിപ്പ് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇതുവരെ. അതേ അവസരത്തിൽ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി കൺവീനറായിരുന്ന കൊല്ലം കൺവീനർഷിപ്പ് പുതുതായിട്ട് RSP കൊടുക്കാൻ പ്രയാസമുണ്ടായിരുന്നു. അത് കിട്ടിയത് സന്തോഷമായിരുന്നു. ഞങ്ങൾ പരിഗണിച്ചു. വരുന്നത് വരട്ടെന്ന് കരുതിയ നിമിഷം പൊടിതട്ടി ഷഠേന്ന് ചാടിയണിറ്റു. കിട്ടിയ ഊർജവും കൊണ്ട് ഞാൻ നടന്നു, തിരികെ എൻ കൂട് തേടിയലഞ്ഞു. UDFിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം UDF കുറേ കാലമായിട്ട് മറുപടി പറയേണ്ടി വരുന്നതൊന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കല്ല, UDFിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക്. വരുന്നത് വരട്ടെന്ന് കരുതിയ നിമിഷം പൊടിതട്ടി ഷഠേന്ന് ചാടിയണിറ്റു. കിട്ടിയ ഊർജവും കൊണ്ട് ഞാൻ നടന്നു, തിരികെ എൻ കൂട് തേടിയലഞ്ഞു. പാലക്കാട് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അവിടെ ഉണ്ടായ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം, ഞാനായിരുന്നു സ്ഥാനാർത്ഥി. അതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ UDF ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ അന്വേഷണം പൂർത്തിയായിട്ടും ഇതുവരെയും ആ റിപ്പോർട്ട് UDFിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ റിപ്പോർട്ട് അടിയന്തരമായും UDFിൽ സമർപ്പിക്കണമെന്നും അതിലുള്ള ഉള്ളടക്കം ജനങ്ങളെ അറിയിക്കണമെന്നുമാണ്. പച്ചപ്പ് തേടി ഞാൻ കൂടുവിട്ടു, അക്കര പച്ചയ്ക്ക് പുറകെ പോയി. പച്ചയും കണ്ടില്ല, വെള്ളവും കണ്ടില്ല, വഴിയിൽ പലവട്ടം കുഴഞ്ഞു വീണു. PC ജോർജൊക്കെ UDFിനോട് കാണിച്ച സ്നേഹവും ഇപ്പോൾ പറയുന്നതും വെച്ച് നോക്കിയാൽ ഇതൊന്നും ഒന്നുമല്ല. ദിവസവും ഓരോന്നും വീതം വെളിപ്പെടുത്തലാണ് PC ജോർജ് മാണിസാറിനെ പറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ചിരിക്കരുത്. ഒരാളൊരു സൂട്ട് കേസിൽ കൊണ്ട് കാശ് കൊടുത്തു. കാശ് കൊടുത്ത് കഴിയുമ്പോഴത്തേന് സന്തോഷം വെച്ചു. അത് കഴിഞ്ഞപ്പം ഇങ്ങനെ പുതിയ അതായത് കല്യാണം ബന്ധപ്പെട്ട ഒരു സൂട്ട് കേസായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് മനസ്സിലാ ബായിങ് എന്നൊക്കെ ചില സെന്റിമെന്റ്സ് ഉള്ളതാണ് കല്യാണം ബന്ധപ്പെട്ടത്. അതിന് കുട്ടിയമ്മയെന്ന് വിളിച്ചു. കുട്ടിയെ പോടെ ഈ രൂപ കൊടുത്ത് ബാഗ് കൊടുക്കാൻ പറ്റും. ആ സാരി വെച്ച് ഇങ്ങോട്ട് ഇട്ടോളാൻ പറ്റും. ആ സാരിക്കകത്തോട് കാര്യം അത് പൊതിഞ്ഞ് വെച്ചോട് പാവം കൂടെ പോവാ. എന്തൊരു കഷ്ടകാലം.
ഇതൊക്കെ പറയുന്നതും ചിരിച്ചും പാടില്ല. പക്ഷെ PC ആളൊരു പാവമാണ്. അതും കഴിഞ്ഞ ദിവസം തെളിഞ്ഞു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിപ്പും കൊണ്ടെങ്ങാനും ആരെങ്കിലും വന്നാൽ കൊന്നു കൊലവിളിക്കും എന്നൊക്കെയാണ് ആള് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കത്തുണ്ടായിരുന്നു. അങ്ങനെ വിപ്പാണെന്ന് ഞാൻ ഓർത്ത് കത്ത് കമ്പനിയാണ് കേട്ടപ്പോൾ ഒരു കത്ത് സ്നേഹത്തൊരു കത്ത്. ഇങ്ങനെ ഈ 20 രാവിലെ 8 മണിക്ക് നമ്മുടെ നിയമസഭാ കോംപ്ലക്സിൽ ചീഫ് മിനിസ്റ്റർ അധ്യക്ഷതയിൽ ഒരു യോഗം UDF വരെ കൂടുന്നുണ്ട്. രാജ്യസഭ ഇലക്ഷൻ സംബന്ധമായി ചർച്ച ചെയ്യാനാണ്. അതിൽ പങ്കെടുക്കാം എന്ന് താല്പര്യപ്പെടും. സന്തോഷത്തോടെയാണ്. അല്ലാതെ വിപ്പൊന്നുമില്ല. ആ കത്ത് ഇത് വിപ്പായിരുന്നു ഞാൻ മറുപടി ഇന്ന് തന്നെ എഴുതി കൊടുത്തുണ്ട്. ഇത് കേട്ടാൽ എന്താണ് തോന്നുക? വിപ്പ് കൊണ്ടുവരുന്നവന് കൈകൊണ്ടോ വാളുകൊണ്ടോ മറുപടി കൊടുക്കുമെന്നല്ലേ? എന്നാൽ വിപ്പ് വന്നപ്പോൾ PC പാവമായത് നേരിട്ട് കണ്ടോളൂ. ഇതെനിക്ക് നേരത്തെ കിട്ടും. പാർട്ടിയുടെ പാർട്ടി ആദരണീയായ PC MLA 20 രാജ്യസഭയിൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ നിയമസഭ മന്ത്രി 640 മുറിയിലാണ് വോട്ടിംഗ്. ബാലറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം സ്ഥാനാർത്ഥി അബ്ദുൾ വഹാബിന്റെ പേര് താഴെ കൂടത്തിൽ 1 രേഖപ്പെടുത്തി വോട്ടിയേണ്ട. അങ്ങനെ വോട്ടിൽ 2ാം പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപതിയിൽ നിന്ന് 2 എന്ന് രേഖപ്പെടുത്തി വോട്ടിയേണ്ട. പോളിംഗ് ബൂത്തിൽ റിട്ടേൺ സംബന്ധിച്ചുള്ള പേര മാത്രമേ വോട്ട് ചെയ്ത് ഉപയോഗിക്കുക. മറ്റ് യാതൊരു ബാലറ്റ് രേഖപ്പെടുത്തി കൂടാ. ഇത് ഒരു വിലയില്ല. ഇത് ചവിട്ടോട്ട് ഇട്ടാണ്. രാജ്യസഭ ഇലക്ഷൻ കിട്ടില്ല. ഇത് പിന്നെ ഉണ്ണിയാണ് നിയമസഭയ്ക്കകത്ത് മറ്റേ കൊടുത്തോണ്ട് ഇവര് പറഞ്ഞിട്ടില്ല. ലഡു കൊടുത്ത് കഴിച്ചില്ല. പിന്നെ മൈൻഡിന്റെ കാര്യം എന്താ മൈൻഡ് ചെയ്യുന്ന? ഏത് പട്ടി കൊടുക്കാൻ മൈൻഡ് ചെയ്യും? അതെന്താ തീയതി? നീ അവന്റെ ശാപന്ന് മനസ്സിലായി. നമ്മളെ കുപ്പി തുറക്കാനാണ്. വല്ല കാര്യമായിട്ട് ഇറങ്ങാൻ ഞാൻ അവിടെ ഇപ്പം തന്നാ പോരെ. നീ എവിടെയാ നിന്റെ വീട്? ഏത് ആരുടെ പേര് അറിയാം? യൂട്യൂബിൽ അല്ല ഇതിൻ്റെയാണോ? യൂട്യൂബിലാണോ? യൂത്തിന്റെ? ഓ നീ വേണ്ടത്തെ ആ പോട്ടെ. അച്ഛൻ ഇത്രയും ശോഭിക്കുമ്പോൾ മകനും എന്തെങ്കിലുമൊക്കെ ഷോ നടത്തണ്ടേ? ഷോൺ ജോർജിനുമുണ്ട് ചിലത് വെളിപ്പെടുത്താൻ. ഈ വെളിപ്പെടുത്തലിന് വേറെ പ്രാധാന്യവുമുണ്ട്. രാഷ്ട്രീയം തൊഴിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കണ്ടു പഠിക്കണം. എങ്ങനെയാണ് കേരളത്തിൽ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് എന്നും നേതാക്കൾ ഉണ്ടാകുന്നതെന്നും ഇതുവഴി മനസ്സിലാക്കാം. ഞാനൊരു ദിവസം മാണിസാറിൻ്റെ ഈ ഭരണം വന്നതിന് ശേഷം മാണിസാറിൻ്റെ വീട്ടിലെത്തി. ഞാൻ മാണിസാർ മാത്രമേ ഉള്ളൂ, CB ഉണ്ട്. സാർ ഞാൻ പറഞ്ഞു, സാർ യുവജനക്ഷേമ ബോർഡ് മെമ്പർ സ്ഥാനം യൂത്ത് ഫ്രണ്ട് അന്ന് സംസ്ഥാന പ്രസിഡന്റ് ജോബ് മൈക്കിളും അന്നത്തെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് മുഹമ്മദ് ഇക്ബാലുമാണ്. ഇവർക്ക് 2 പേർക്കും വേണ്ടെങ്കിൽ യുവജനക്ഷേമ ബോർഡ് എനിക്ക് വേണം. കാരണം സാറേ എനിക്ക് 2 ജില്ലയിൽ മിനിമം ചാർജ് കിട്ടും. ആ 2 ജില്ലയിൽ ചാർജ് ലഭിച്ചാൽ പഞ്ചായത്ത് അടിസ്ഥാനത്ത് യുവജനക്ഷേമ ബോർഡിന് പഞ്ചായത്ത് കോർഡിനേറ്റർമാരുണ്ട്. നമുക്ക് എല്ലായിടത്തും പോയി എത്താനും ആ കോർഡിനേറ്റർമാരെ നമ്മളാണ് നിയമിക്കുന്നത്. അവർ വഴി അത്യാവശ്യം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും യൂത്ത് ഫണ്ടിനെ വളർത്താനും എനിക്ക് സാധിക്കും എന്നെനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് സാറേ എനിക്ക് തരണം. അത് അത്ര പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. യൂത്തിനെ വളർത്താൻ പറഞ്ഞൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ അപ്പോൾ ഷോൺ തന്നെ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ സമയം ഞാൻ ഇപ്പം തന്നെ വിളിച്ചേക്കാം. ഞാൻ അവിടെ ഇരുന്ന് ലൗഡ് സ്പീക്കറിലിട്ട് ജോബ് മൈക്കിളിനെ വിളിച്ചു. സാർ അടുത്തിട്ടുണ്ടെന്ന് ജോബ് മൈക്കിളിനും അറിയത്തില്ല, നമ്മുടെ മുഹമ്മദ് ഇക്ബാലിനും അറിയത്തില്ല. ജോബ് മൈക്കിളിനെ വിളിച്ചപ്പോഴേ എന്നോട് പറഞ്ഞു, ഷോണെ ഞാൻ പ്രസിഡന്റ് ഈ യുവജനക്ഷേമ ബോർഡ് മെമ്പർ സ്ഥാനമുണ്ട്, നമുക്ക് നമുക്ക് കിട്ടും. അത് പ്രസിഡന്റ് വേണം. സ്റ്റേറ്റുകാരില്ലാത്ത ഒരു പരിപാടിക്കും ഞാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സാർ അപ്പോൾ അടുത്തടുത്തിരിക്കുക, സാറ് ചേട്ടൻ ചിരിച്ചോണ്ടിരിക്കുക. സ്റ്റേറ്റുകാരില്ലാത്ത ഒരു പരിപാടിക്കും ഞാൻ വേണ്ടത്. അതിന് തൊട്ട് പുറകെ അപ്പോൾ പുള്ളി ചിരിച്ചു, മാനസാരം ചിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് അപ്പോഴും ഇക്ബാലിനെ വിളിച്ചു. ഇക്ബാൽ ഇച്ചോടെ മിതവാദിയാണ്. ഇക്ബാൽ പറഞ്ഞു, ഷോണ ഈ നിയമസഭയിൽ മത്സരിച്ചവർക്കൊക്കെ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കിട്ടും എന്നാൽ ഇപ്പോൾ പാർട്ടിക്ക് അത് സംസാരം ഉള്ളതുകൊണ്ട് എനിക്കും അത് കിട്ടുമായിരിക്കുമല്ലോ, എനിക്കും വേണ്ട. അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെ അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ CB കത്തെഴുതാൻ പറഞ്ഞു. ഞാൻ കത്തെഴുതി, ഞാൻ കത്ത് മേടിച്ച് മന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചു. അപ്പോഴാണ് അവിടെ പറയുന്നത് ജോസ് കെ മാണി തിരുവനന്തപുരം യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ്, നല്ലൊരു കച്ചവടക്കാരനാണ്.
അവനെ നേരത്തെ തന്നെ ഭരണം വന്നിട്ട് ഒരാഴ്ചയേ ഉള്ളൂ, അതിന് മുമ്പേ മന്ത്രിയുടെ ഓഫീസിൽ അതിൻ്റെ പേരെഴുതി അവിടെ എത്തിച്ചു കഴിഞ്ഞു. എന്നെ ജോസ് കെ മാണി വിളിച്ചു, ഷോണെ അത് നിർബന്ധമാണോ ഷോൺ? ഞാൻ പറഞ്ഞു എനിക്ക് നിർബന്ധമാണ്. അല്ല സുനു പറഞ്ഞു, ഞാൻ പറഞ്ഞു സുനു ജില്ലാ പ്രസിഡന്റാണ്, ഞാൻ സംസ്ഥാന ഭാരവാഹിയാണ്, എനിക്കതുകൊണ്ട് രാഷ്ട്രീയമാണ്. ഇപ്പം ഈ യുവജനക്ഷേമ ബോർഡും കൂടി ഇല്ലായിരുന്ന എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കി. ഒരാൾ ജീവിച്ചിട്ടുള്ളത് പോലും അറിയാൻ മേലാത്ത സാഹചര്യത്തിലേക്ക് പോയേ. മനസ്സിലായില്ലേ? പദവിയില്ലെങ്കിൽ നേതാവ് മരിച്ചതിന് തുല്യമാണെന്ന്. വെറുതെ പദവി കിട്ടിയിട്ടും കാര്യമില്ല, അതുകൊണ്ട് ചില പ്രകടനങ്ങൾ നടത്തണം. അത് പഠിക്കേണ്ടത് ശിവൻകുട്ടിയിൽ നിന്നാണ്. നിയമസഭാ പ്രകടനത്തിന്റെ പേരിൽ ശ്രദ്ധേയനായ ശിവൻകുട്ടി ഇപ്പോൾ പ്രകടനങ്ങൾ എല്ലായിടത്തും ആവർത്തിക്കുകയാണ്. വികസന പ്രവർത്തനം തിരുവനന്തപുരത്ത് ആരൊക്കെ നടത്തിയിട്ടുള്ളതെന്നുള്ള വിവരം തിരുവനന്തപുരം തലസ്ഥാന ജനങ്ങൾക്ക് അറിയാം. ആരൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് അറിയാം, നല്ലവണ്ണം അറിയാം. ഞാനിവിടെ ഇരിക്കണോ വേണ്ടേ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മഹേശ്വരൻ നായരല്ല, ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊന്നും അറിയാൻ പറഞ്ഞ ഇരുത്തി കളയണ്ട. അങ്ങനെ എനിക്ക് അവിടെ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കും, ഞാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഇരിക്കും. ഞാൻ ആദ്യമേ സൗകര്യം കേട്ടാതിരുന്നു. ഇത് കോൺഗ്രസിന്റെ യോഗമാണ്. ഞങ്ങൾ കുറച്ചു നേരം കോൺഗ്രസിന്റെ ഞങ്ങൾ ദയവായിട്ടിരിക്കണം സാർ, ദയവായിട്ടിരിക്കണം സാർ, ഇരിക്കണം സാർ, ഇരിക്കൂ സാർ, ഇരിക്കൂ. ഞാൻ പറയാം സാർ, ഇരിക്കൂ സാർ, ഇരിക്കൂ സാർ, ഒന്ന് ഇരിക്കൂ. അങ്ങനെ ഇത് കോൺഗ്രസ് യോഗമൊന്നുമല്ല. ഇന്നത്തെ തിരുവാതിർവായുടെ പ്രകടനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. മുൻ എപ്പിസോഡുകൾ യൂട്യൂബിലും മനോരമ ന്യൂസ് .com ഉണ്ട്, കാണുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.